രാജാവ് എന്ത് ചെയ്തു? മാലാഖയെ തിരിച്ചു വിളിച്ചു. മാലാഖയോട് പറയുന്നുണ്ട്, എൻ്റെ രാജ്യത്ത് വേദന ഉണ്ടായിക്കോട്ടെ, എന്നാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളത്. ഒരു കഥ പറയാം. ഒരു മാലാഖ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു വരണ്ട്, എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം, അത് ഞാൻ നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ഈ രാജാവ് പറഞ്ഞു, എൻ്റെ രാജ്യത്ത് ഇനി ഒരാൾക്കും എന്ത് ചെയ്യരുത്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു വേദനകളും ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മാലാഖ എന്ത് പറഞ്ഞു? അപ്രൂവൽ, സെറ്റ്, അങ്ങനെ ആക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം ആ നാട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുകയാണ്. എന്തുകൊണ്ടാണ് മരിച്ചു വീഴുന്നതെന്ന് ആർക്കും അറിയുന്നില്ല. എന്നാൽ അതിന് പിന്നിലുള്ള എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരുപാട് രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ വിശപ്പിൻ്റെ വേദന പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വന്ന് ഒരുപാട് ആളുകൾ വിശപ്പ് കാരണമൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ രാജാവ് എന്ത് ചെയ്തു? മാലാഖയെ തിരിച്ചു വിളിച്ചു. മാലാഖയോട് പറയുന്നുണ്ട്, എൻ്റെ രാജ്യത്ത് വേദന ഉണ്ടായിക്കോട്ടെ, എന്നാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളത്. വലിയൊരു പാഠമുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ പല വേദനകളുമാണ് നമ്മളെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ ജീവനും നിലനിർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പല വേദനകളുമാണ് എന്നുള്ളതാണ്.